രോഹിണി നക്ഷത്രഫലം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മനക്ഷത്രമായ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ അഭിമാനികളും ദൃഢചിത്തരും ആയിരിക്കും. സൽസ്വഭാവികളും സൗന്ദര്യവാന്മാരുമായ ഇവർ മറ്റുള്ള വ്യക്തികളോട് ഹൃദ്യമായി പെരുമാറുവാൻ ശ്രദ്ധിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ നക്ഷത്രമായതുകൊണ്ടാകാം പൊതുവെ സ്ത്രീകളുമായി കൂടിക്കഴിയുന്നതിന് ഇവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും. ഇവരുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകമായിരിക്കുന്ന ആകർഷണീയതയും വശ്യതയും കാണുവാൻ കഴിയും. സൗന്ദര്യശാലികളായ ഇവർക്ക് മറ്റുള്ള വ്യക്തികളെ ആകർഷിക്കുവാൻ തക്കവണ്ണമുള്ളതായിരിക്കുന്ന ഒരു വശീകരണ ശക്തിയും ഉണ്ടായിരിക്കും. അതിയായ അഭിമാനശീലവും അധികാര പ്രേമവും ഇവർക്ക് ഉണ്ടായിരിക്കും. ഇവരുടെ മനസ്സിന് എപ്പോഴെങ്കിലും ക്ഷോഭമുണ്ടായാൽ അത് പെട്ടെന്ന് അടങ്ങുകയില്ല എന്നു മാത്രമല്ല, ഒരാളോട് വൈരാഗ്യം തോന്നിയാൽ അത് പിന്നെ മാറാനും ഇത്തിരി പ്രയാസമാണ്. ബുദ്ധിയേക്കാൾ മനസ്സായിരിക്കും ഇവരുടെ എല്ലാ കാര്യങ്ങളും ഭരിക്കുന്നത് എന്നർത്ഥം. സ്നേഹം തോന്നിയാൽ എന്തും ചെയ്യും എന്നതുപോലെ തന്നെ വിരോധമുണ്ടായാൽ എന്ത് ഉപദ്രവം ചെയ്യുവാനും ഇവർ മടി കാണിക്കാറില്ല. സ്വന്തം കഴിവിനെ പറ്റി വലിയ മതിപ്പാണ് ഇവർക്കുള്ളത്. സത്യത്തെ വളരെയധികം ബഹുമാനിക്കുന്ന ഇവർ നിവൃത്തിയുള്ളിടത്തോളം കാലം സത്യമായും ആത്മാർത്ഥമായും പെരുമാറും. എങ്കിലും സഹനശക്തിയും ക്ഷമാശീലവും ഇവർക്ക് പ്രായേണ വളരെ കുറവായിരിക്കും. സമത്വ നിലയിൽ കവിഞ്ഞ് മറ്റുള്ള വ്യക്തികളോടുകൂടി പെരുമാറുവാൻ ഇവർക്ക് പൊതുവെ പ്രയാസമായിരിക്കും. പല പല വിഷയങ്ങളെയും കുറിച്ച് നല്ല അറിവ് സമ്പാദിക്കുവാനുള്ള ഇവരുടെ കഴിവ് പ്രശംസനീയം തന്നെയാണ്. പക്ഷേ അത്തരം അറിവുകൾക്കൊന്നും തന്നെ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കിയെടുക്കുവാൻ ഇവർക്ക് പലപ്പോഴും സാധിക്കാറില്ല. ജീവിതരംഗം പലതരത്തിലും പരിവർത്തന വിധേയമായിട്ടേ ഇവർക്ക് അനുഭവപ്പെടാറുള്ളൂ. പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുവാൻ കഴിയുമെങ്കിൽ തന്നെയും ഒരു കാര്യം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുവാൻ ഇവർക്ക് പൊതുവെ കഴിയാറില്ല. അതിരുകടന്ന സ്വാതന്ത്ര്യ ബുദ്ധിയാൽ പല രംഗങ്ങളിലും പ്രശ്നങ്ങളും അനുഭവപ്പെടും. സ്വന്തമായ തൊഴിലിലും വ്യാപാര രംഗങ്ങളിലും ശോഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. മാത്രമല്ല സാമൂഹ്യ കാര്യങ്ങളിലും സ്തുത്യർഹമായ സേവനങ്ങൾ ഇവരിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. പക്ഷേ അവയിലെല്ലാം തന്നെ പല വിധത്തിലുള്ള പരിവർത്തനങ്ങളും ഉണ്ടാകാറുണ്ട്. പിതാവിൽ നിന്നുമുള്ളതായിരിക്കുന്ന ഗുണാനുഭവങ്ങൾ മിക്കവാറും ഇവർക്ക് കുറവായിരിക്കും. മാതാവിനോടായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം. വേറൊരു വ്യക്തിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനുള്ള വാസനയും അസാമാന്യമായി ഇവരിൽ കാണുവാൻ കഴിയും. ധാരണാശക്തി നല്ല പോലെയുള്ളവരാണ് ഇവരെങ്കിൽ തന്നെയും മുൻപ് പറഞ്ഞതുപോലെ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയാറില്ല. ഇവരുടെ സ്വാതന്ത്ര്യ ബുദ്ധി പലപ്പോഴും അധപ്പതനത്തിന് വഴിതെളിച്ചിട്ടുള്ളതായി പല അനുഭവങ്ങളും ചില വ്യക്തികളെ സംബന്ധിച്ച് കണ്ടുവരുന്നുണ്ട്. അതിനാൽ തന്നെ ഏതൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിന്റെ ഗുണദോഷ ഫലത്തെ കാര്യമായി വിശകലനം ചെയ്യാനും മറ്റുള്ള വ്യക്തികളുടെ അഭിപ്രായത്തെ മാനിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരാളിൽ വിശ്വാസം അർപ്പിക്കേണ്ടി വരുന്നതായിരിക്കുന്ന എല്ലാ ഇടപാടുകളിലും സൂക്ഷിക്കണം. കാരണം ആരെയും അത്രയധികം പരിശോധിച്ചു നോക്കാതെ വിശ്വസിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർക്കുള്ളതിനാൽ തന്നെ എളുപ്പത്തിൽ ഇവർ വഞ്ചിക്കപ്പെടുവാനും ഇടയുണ്ട്. ഇവർക്ക് വലിയ വലിയ പരാജയങ്ങൾ ജീവിതത്തിൽ പൊതുവെ സംഭവിക്കാറില്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ച മിക്കവരും പടിപടിയായി ഉയർന്ന് വലിയ വലിയ പദവികളിൽ എത്തിച്ചേരുന്നതായാണ് കാണുന്നത്. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ മടിയില്ലാത്ത ഇവർ ശത്രുക്കളോട് അങ്ങേയറ്റം കർക്കശത്വവും പുലർത്തുന്നതാണ്. ചെറുപ്പകാലത്ത് പനി, ശ്വാസകോശ സംബന്ധമായുള്ള രോഗങ്ങൾ, രക്തദൂഷ രോഗങ്ങൾ തുടങ്ങിയവ ഇടയ്ക്കിടെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കും. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലം പ്രയാസമുള്ള സമയമാണെങ്കിൽ തന്നെയും ഈ കാലഘട്ടത്തിൽ ജീവിത പുരോഗതിക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു വെക്കുവാൻ കഴിയുന്നതാണ്. 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം വളരെയധികം അഭിവൃദ്ധിപ്രദമായിരിക്കുന്ന സമയമാണ്. തൊഴിൽ മുന്നേറ്റം, കുടുംബപരമായുള്ള ഐശ്വര്യം, പുതിയ ഗൃഹം, വാഹനം തുടങ്ങി നല്ല ഗുണഫലങ്ങളെല്ലാം തന്നെ അനുഭവമാകും. 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ഗുണദോഷ മിശ്രമാണ്. കുടുംബപരമായുള്ള പ്രശ്നങ്ങൾ ഈ സമയത്തിൽ ബുദ്ധിമുട്ടിപ്പിച്ചേക്കുവാൻ ഇട കാണുന്നു. 65 വയസ്സിന് ശേഷം സമാധാനപൂർവമായുള്ള ജീവിതം കെട്ടിപ്പിടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
രോഹിണി നക്ഷത്ര ജാതകർക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ തിരുവാതിര, പൂയം, മകം എന്നീ നക്ഷത്രങ്ങളും അഷ്ടമരാശിയായിരിക്കുന്ന ധനുരാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നിവയുമാണ്. ഇവർക്ക് രാഹുവിന്റെയും ശനിയുടെയും കേതുവിന്റെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ചന്ദ്രനെ പ്രാർത്ഥിക്കുന്നത്, നക്ഷത്ര അധിപനായിരിക്കുന്ന ചന്ദ്രനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ചന്ദ്രപ്രീതികരങ്ങളായിരിക്കുന്ന സ്തോത്രങ്ങളും മറ്റും ജപിക്കുന്നതും തിങ്കളാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും ഗുണപ്രദമാണ്. തിങ്കളാഴ്ചയും രോഹിണി നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസങ്ങളിലും അതുപോലെ തന്നെ പൗർണമിയും രോഹിണിയും ചേർന്നു വരുന്ന ദിവസങ്ങളിലും വ്രതവും മറ്റു ദൈവികമായിരിക്കുന്ന അനുഷ്ഠാനങ്ങളും ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലമുള്ള രോഹിണി ജാതർ ദുർഗാദേവിയെ ഭജിക്കാവുന്നതാണ്. പൗർണമി നാളിൽ ദുർഗാക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഗുണം ചെയ്യും. ജാതകത്തിൽ പക്ഷബലമില്ല എങ്കിലോ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതാകും ഉത്തമം. അമാവാസി നാളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണ്. രാശിയുടെ അധിപനായ ശുക്രന്റെ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നതും ഗുണകരം തന്നെയാണ്. രോഹിണി നക്ഷത്രത്തിന്റെ ജന്മവൃക്ഷം ഞാവലാണ്, നൽപ്പാമ്പാണ് മൃഗം, പുള്ളുപക്ഷി, സ്ത്രീ യോനി, മനുഷ്യഗണം, ബ്രഹ്മാവാണ് താരദേവത. രോഹിണി നക്ഷത്ര ജാതകർക്ക് അനുയോജ്യമായിരിക്കുന്ന നിറം വെള്ള നിറവും ചന്ദന നിറവുമാണ്. അനുയോജ്യമായ രത്നം മുത്താണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക. നമസ്കാരം.